എന്തുവാടേ നീ ഇങ്ങനെ അങ്ങ് നടക്കുവാണോ? പെണ്ണൊന്നും കെട്ടണ്ടായോ? എന്റെ പൊന്നളിയാ, ഈ ഫോൺ വാങ്ങിച്ചത് തന്നെ മാട്രിമോണി ആപ്പ് നോക്കാൻ വേണ്ടിയാ. നിന്റെ കാര്യം എന്റെ പൊന്നളിയാ, കെട്ടാത്തതല്ല കിട്ടാത്തതാ. ഞാൻ എന്തോ ചെയ്യാന്? എടാ നീ വല്ല മാട്രിമോണിയിലെങ്ങനെ രജിസ്റ്റർ ചെയ്യടാ. എന്റെ പൊന്നളിയാ, മാട്രിമോണിയെക്കാട്ടി ഭേദം മാമാമാരാ. ഒന്നുമില്ല, അവന്മാർ 500 രൂപ മേടിച്ച് ആ വഴിക്ക് അങ്ങ് പോകും. മാട്രിമോണി ആണെങ്കിൽ ഫോട്ടോ കാണണമെങ്കിൽ 500, നമ്പർ വേണേ 1000. വീണ്ടും അടുത്ത ആളിനെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രീമിയം എടുക്കണം. 10,000, 10,000, 15,000 രൂപ കൊടുത്തിട്ട് പ്രീമിയം. എന്നിട്ടോ വിളിച്ച് വീണ്ടും പൈസക്ക് കടന്ന് വിളിയാ. ഇവന്റെ മാട്രിമോണിക്കകത്ത് ഒരു പെണ്ണിന്റെ ആലോചന വന്നേക്കും. എനിക്ക് അങ്ങനെ നോക്കടാ. രണ്ടര കല്യാണി മാട്രിമോണി ഇന്നലെ വന്നത്. അനഘ മേനോൻ ടീച്ചറാ അല്ലേ? അതെ അതെ. എനിക്കും വന്നിട്ടുണ്ട് ഇന്നലെ. രേഷ്മ ശാരദ മാട്രിമോണി. മൊത്തം മാട്രിമോണിയുടെ ആപ്പാണല്ലോ. 19 എണ്ണം ഉണ്ടല്ലോ. ഇല്ലടാ, 13 എണ്ണേ ഉള്ളൂ. ഫോൺ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് അത്രേ പറ്റുള്ളൂ. ജീവിക്കണ്ടേ? ഇത് എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോടാ. ഇന്നലെ വന്നാ കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. എവിടെ? നല്ല പരിചയം. വല്ലതും കാണിച്ചേ. കല്യാണി മാട്രിമോണി അനഘ മേനോൻ. ഇത് നോക്കി. ശാരദ മാട്രിമോണി. ശാരദ മാട്രിമോണി രേഷ്മ. ഒരേ ആൾക്കാരല്ലേ അളിയാ? നോക്കേ. ശരിയോടാ. നിന്റെ എത്ര രൂപ പോയെന്ന് പറഞ്ഞു? എന്റെ ഇപ്പൊ ഒരു 15,000 രൂപ വേണം. എടാ നീ പറഞ്ഞ കറക്റ്റാ കേട്ടോ. ബ്രോക്കർമാരാ ലാഭം. 500 കൊണ്ട് അങ്ങ് പോത്തതേ ഉള്ളൂ.